നമസ്കാരം. ബ്രിട്ടൻ പോലൊരു ചെറിയ രാജ്യത്ത് സംഭവിക്കുന്ന കുടിയേറ്റ നിയമമാറ്റം ഏറെ കൗതുകത്തോടെയാണ് മലയാളികൾ വീക്ഷിക്കുന്നത്. അതിന് കാരണം 3 ഘട്ടങ്ങളായി ലക്ഷക്കണക്കിന് മലയാളികൾ ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ട് എന്നതാണ്. ആദ്യം മുതൽ അവിടെയും ഇവിടെയുമൊക്കെ മലയാളികൾ എത്താറുണ്ടായിരുന്നു. പിന്നീട് ഇദിയമീൻ്റെ കാലത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മറ്റും അനേകം പേർ ബ്രിട്ടനിലേക്ക് എത്തി. 98-ൽ ടോണി ബ്ലെയർ സർക്കാർ അധികാരമേറ്റതിന് ശേഷം NHS അടക്കം IT മേഖലയടക്കം തുറന്നു കൊടുത്തപ്പോഴായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കുടിയേറ്റമുണ്ടാവുന്നത്. അതിനുശേഷം മുമ്പ് സംഭവിച്ചതിനേക്കാൾ വലിയൊരു കുടിയേറ്റ പ്രവാഹം ഉണ്ടാവുന്നത് ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കോവിഡ് കഴിഞ്ഞാണ്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ മാത്രം കുറഞ്ഞത് 1 ലക്ഷം മലയാളി കുടുംബങ്ങൾ UK എത്തിയിട്ടുണ്ട്. അവരിൽ മിക്കവരും ഒരു വിധത്തിലൊക്കെ പിടിച്ചു നിൽക്കുന്നു. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി ബ്രിട്ടൻ കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കുകയും പലരുടെയും വിസ എക്സ്റ്റൻഷൻ ആശങ്കയിൽ ആവുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, ബ്രിട്ടനിൽ 5 വർഷം സ്ഥിരമായി ജോലി ചെയ്താൽ പെർമനൻ്റ് റെസിഡൻസി എന്ന് PR കിട്ടുന്ന നിയമം മാറ്റി എഴുതുന്നു എന്നതാണ്. ഈ സർക്കാർ പറയുന്നത് 10 വർഷമെങ്കിലും മിനിമം ഉള്ളവർക്ക് മാത്രമേ PR കിട്ടൂ. മലയാളികൾ ഏറ്റവും കൂടുതൽ എത്തിയിരിക്കുന്ന കെയറർ പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് 15 or 20 വർഷമായി നീളാം. ഇങ്ങനെ കുടിയേറ്റ നിയമം കർശനമാക്കാൻ പൊതുവെ കുടിയേറ്റക്കാരുടെ അനുഭാവമുള്ള ലേബർ സർക്കാർ നയം മാറ്റുന്നതിൻ്റെ കാരണം ബ്രിട്ടനിലെ പരമ്പരാഗത രാഷ്ട്രീയം അടിമുടി മാറുന്നതാണ്. ബ്രിട്ടനിലെ രാഷ്ട്രീയം ഒരു വശത്ത് ലേബർ പാർട്ടി, മറുവശത്ത് കൺസർവേറ്റീവ് പാർട്ടി എന്ന ടോറികൾ, നടുക്ക് ലിബറൽ ഡെമോക്രാറ്റുകൾ, പിന്നെ കുറേ ചെറിയ പാർട്ടികളുമുണ്ട്. എന്നാൽ ആ രീതി അടിമുടി മാറുകയാണ്. നൈജൽ ഫരാജ് എന്നു പേരുള്ള ഒരാൾ റിഫോം UK എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടി ട്രംപിൻ്റെ മോഡലിൽ ഒരുപാട് വ്യത്യസ്തമായ വലത് രാഷ്ട്രീയ നിലപാടുകളുമായി രംഗത്ത് വരുന്നു. ഇതോടുകൂടി കൺസർവേറ്റീവ് പാർട്ടിയിലെ നേതാക്കളടക്കം കൂട്ടത്തോടുകൂടി ഈ പാർട്ടിയിലേക്ക് മാറുന്നു. ലേബർ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞുപോക്കുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും അധികം ജനപ്രീതിയുള്ള രാഷ്ട്രീയ പാർട്ടിയായി ഈ റിഫോം UKയും അതിൻ്റെ നേതാവ് നൈജൽ ഫരാജും മാറുന്നു. ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും നയം മാറ്റം നടത്താൻ തുടങ്ങിയതോടെ ലേബറിൽ ശക്തമായൊരു ഇടതുപക്ഷ ഗ്രൂപ്പ് രൂപപ്പെടുന്നു. ജെറമി കോർബിൻ എന്ന മുൻ പാർട്ടി നേതാവ് പാർട്ടി വിട്ട് യുവർ പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. കവൻട്രി MP ആയിരുന്ന സാറ സുൽത്താനയാണ് അതിൻ്റെ മുഖ്യശില്പി. വേറൊരു വശത്ത് ഗ്രീൻ പാർട്ടി ലേബറിന് ബദലായി വളർന്നു വരുന്നു. അങ്ങനെ ഒരു വശം നിൽക്കുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടി സ്വയം മാറി ശരിയാവാനുള്ള ശ്രമത്തിലാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും റിഫോമിൻ്റെ ജനപ്രീതിക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല. റിഫോം ഇടയ്ക്കിടെ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തും. PR എന്ന പെർമനൻ്റ് റെസിഡൻസി പൂർണ്ണമായും ഇല്ലാതാക്കും എന്നാണ് അതിലേറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം. ഇപ്പോഴത്തെ റിഫോം UKയുടെ രണ്ടാമത്തെ പ്രധാന നേതാവായ സിയ യൂസഫ് ചരിത്രപ്രധാനമായ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നു. 1980കളിൽ ശ്രീലങ്കയിൽ നിന്നും ബ്രിട്ടനിൽ നഴ്സായി വന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ 1986 ജനിച്ചയാളാണ് സിയ. എന്നാൽ സിയ യൂസഫ് ബ്രിട്ടൻ്റെ വലതുവംശീയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായി മാറി. ബ്രിട്ടനെ അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നും വീണ്ടെടുക്കാനുള്ള ദൗത്യം താൻ നൈജൽ ഫരാജിനൊപ്പം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് സിയയുടെ പ്രഖ്യാപനം. സിയയിൽ വിശ്വാസമുള്ളതുകൊണ്ട് റിഫോം UK അധികാരത്തിൽ വന്നാൽ ഹോം സെക്രട്ടറിയുടെ പദവി സിയ യൂസഫിന് കൊടുക്കുമെന്ന് നൈജൽ ഫരാജ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹോം സെക്രട്ടറിയാണ് പോലീസും ബോർഡർ സെക്യൂരിറ്റിയും കൈകാര്യം ചെയ്യുന്നത്. റിഫോം UK അധികാരത്തിൽ വരികയും താൻ ഹോം സെക്രട്ടറി ആവുകയും ചെയ്താൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രധാന പരിഷ്കാരങ്ങൾ ഇന്നലെ സിയ യൂസഫ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു. അതിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന PR കാര്യത്തിൽ ഒരു സ്ഥിരീകരണം സംഭവിച്ചിട്ടുണ്ട്. PR അല്ലെങ്കിൽ പെർമനൻ്റ് റെസിഡൻസി ഇനി ആർക്കും കൊടുക്കുകയില്ല. 5 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് അടുത്ത 5 വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഏത് തരം വർക്ക് പെർമിറ്റിലാണോ ജോലി ചെയ്യുന്നത്, നേഴ്സാവാം, അല്ലെങ്കിൽ കെയറർ ആവാം, അല്ലെങ്കിൽ IT വർക്കർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർ ആവാം, നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നുവോ നിങ്ങൾക്ക് 5 വർഷം കൂടി വിസ എക്സ്റ്റെൻഡ് ചെയ്യും. ഈ 5 വർഷം വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വിസ ഫീസ് കൊടുക്കേണ്ടതുണ്ട്. 5 വർഷത്തെ NHSൻ്റെ സർചാർജ് കൊടുക്കേണ്ടതുണ്ട്. ബ്രിട്ടനിൽ കുടിയേറ്റക്കാർ കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ചെലവ് NHS സർചാർജാണ്. ഇപ്പോൾ ആരോഗ്യ മേഖലയിലുള്ളവർക്ക് അതില്ല. ഏതാണ്ട് 1000 പൗണ്ടിലധികം ഒരു വർഷം കൊടുക്കണം. എന്ന് വെച്ചാൽ 5 വർഷത്തേക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരാൾക്ക് NHS സർചാർജ് തന്നെ 6000 പൗണ്ട്, ഏതാണ്ട് 7 ലക്ഷം രൂപ. കൂടാതെ വിസ ഫീസ് കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപ മുടക്കാവും. 3 മക്കളുള്ള ഒരു കുടുംബമാണെങ്കിൽ
ഏതാണ്ട് 50 ലക്ഷം രൂപ മുടക്കിയാൽ മാത്രമേ ഈ 5 വർഷം കഴിയുമ്പോൾ അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയൂ. ഇതാണ് PR വരുത്തിയിരിക്കുന്ന മാറ്റം. ഇതിപ്പോൾ പോലും ബാധകമാണ്. 5 വർഷം കഴിയുമ്പോൾ PR കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ ഇനി 5 വർഷം കൂടി ദീർഘിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയധികം തുക മുടക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത് എക്കാലത്തും അങ്ങനെ ആക്കാനാണ് റിഫോം UKയുടെ പ്രഖ്യാപനം. എന്ന് വെച്ചാൽ വിദേശത്ത് നിന്ന് വരുന്ന ഒരാൾക്കും ഇനി ബ്രിട്ടീഷ് പൗരത്വമോ സ്ഥിര താമസമോ ലഭിക്കുകയില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ സ്ഥിരമായി അവിടെ വർക്ക് പെർമിറ്റ് പുതുക്കി ജോലി ചെയ്യാം. ഫീസാകും എന്നത് മാത്രമല്ല, ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടും. നിങ്ങൾക്ക് ചികിത്സ വേണമെങ്കിൽ ഈ NHS സർചാർജ് അടയ്ക്കണം. അതേസമയം സൗജന്യ ചികിത്സയ്ക്കും പെൻഷനുമൊക്കെയായി ശമ്പളത്തോടൊപ്പമുള്ള നാഷണൽ ഇൻഷുറൻസ് തുടർന്നും അടയ്ക്കേണ്ടി വരും. നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കുകയും വേണം, അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുകയുമില്ല. മാത്രമല്ല 5 വർഷം ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഒരാൾ പെർമനന്റ് റെസിഡൻസി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബ്രിട്ടീഷ് പൗരന്മാർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ചൈൽഡ് ബെനിഫിറ്റ്, ഡിസബിലിറ്റി ബെനിഫിറ്റ്, വർക്കിംഗ് ടാസ്ക് ക്രെഡിറ്റ് തുടങ്ങിയവ. എന്ന് വെച്ചാൽ കുട്ടികളെ വളർത്താൻ ഒരു ഫണ്ടുണ്ട്, നിങ്ങൾക്ക് തൊഴിലില്ലെങ്കിൽ ഫണ്ടുണ്ട്, മെറ്റേണിറ്റി ഫണ്ടുണ്ട്, അതുപോലെ ഭിന്നശേഷിക്കാരാണെങ്കിൽ ഫണ്ടുണ്ട്, യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലുമൊക്കെ ഗ്രാൻറ്റുകളുണ്ട്, തീരെ പാവപ്പെട്ടവരാണെങ്കിൽ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഗ്രാൻറ്റുണ്ട്. അങ്ങനെ സർക്കാരിൻ്റെ ഒരുപാട് ബെനഫിറ്റ് സ്കീമുകളുണ്ട്. നിലവിലുള്ള നിയമം അനുസരിച്ച് PR കിട്ടുന്നത് വരെ അത് ലഭ്യമല്ല. എന്നാൽ PR കിട്ടിയാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. എന്നാൽ ഇന്നലെ സിയ യൂസഫ് പറഞ്ഞു, ഒരാൾക്കും ഒരു വിദേശിക്കും ഇനി ഒരു തരത്തിലുള്ള ബെനഫിറ്റുകളും ലഭ്യമല്ല. വർക്ക് പെർമിറ്റിൽ പണിയെടുക്കുക, കൊടുക്കാനുള്ള നികുതി അടയ്ക്കുക, NHS സർചാർജ് അടച്ച് ചികിത്സ നേരിടുക, ഫീസ് അടച്ച് വിദ്യാഭ്യാസം നേടുക, എന്നിട്ട് എപ്പോൾ വിസ പുതുക്കാതാകുന്നുവോ അന്ന് നാട് വിടുക. അമേരിക്കയുടെ കുപ്രസിദ്ധമായ ICE, അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്, ആ മോഡലിൽ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ബ്രിട്ടനും തുടങ്ങും. UK ഡിപ്പോർട്ടേഷൻ കമാൻഡ് എന്നാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. ഇപ്പോൾ ഹോം ഓഫീസിന് കീഴിലുള്ള UK ബോർഡർ പോലീസാണ് ഈ പണി ചെയ്യുന്നത്. എന്നാൽ UK ഡിപ്പോർട്ടേഷൻ കമാൻഡ് എന്ന പേരിൽ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുകയും UKയിലുള്ള സകല അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുകയും ചെയ്യും. ഒരു വർഷം 2,88,000 പേരെ ടാർഗറ്റ് ചെയ്യുന്നു. ട്രാക്ക് ഡൗൺ, ഡീറ്റെയിൻ ആൻഡ് ഡിപ്പോർട്ടേഷൻ, ഇതാണ് പുതിയ നയമെന്നാണ് പറയുന്നത്. ആരാണോ UKയിൽ അനധികൃതമായി എത്തിയവരെ അവരെ കണ്ടെത്താൻ ഈ ഡിപ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അധികാരമുണ്ടാവും. അവരെ കണ്ടെത്തുക, തടവിലിടുക, നാട് കടത്തുക. ഇതിനോട് സഹകരിക്കാത്ത രാജ്യങ്ങൾക്ക് വിസ നിഷേധിക്കുക. തൽക്കാലം 6 രാജ്യങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്: അമേരിക്ക, പാകിസ്ഥാൻ, സൊമാലിയ, എറിട്രിയ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, സുഡാൻ. ഈ രാജ്യങ്ങൾക്ക് തൽക്കാലം വിസ നിരോധനം ഏർപ്പെടുത്തും. എന്ന് വെച്ചാൽ ഏറ്റവും അധികം അനധികൃത കുടിയേറ്റക്കാർ എത്തുന്നതും തിരിച്ചയച്ചാൽ ആ രാജ്യം സ്വീകരിക്കാത്തതും ഈ രാജ്യങ്ങളിലാണ്. അവർക്ക് ഉടനടി വിസ നിരോധനം ഏർപ്പെടുത്തും. മാസ് ഡിപ്പോർട്ടേഷൻ ആക്ട് എന്ന പേരിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടായിരിക്കും ഇത് നടപ്പിലാക്കുക. ഈ നിയമം അനുസരിച്ച് ഹോം സെക്രട്ടറിക്ക് പരമാധികാരം കൊടുക്കും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും തടവിലാക്കുന്നതിനും പുറത്താക്കുന്നതിനും. ഇമിഗ്രേഷൻ ട്രിബ്യൂണലുകൾക്കും കോടതികൾക്കുമുള്ള അധികാരം എടുത്തു കളയും. നിലവിൽ ഇത്തരം ഏത് നടപടികൾ ഉണ്ടായാലും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. കോടതികൾക്ക് ഇതിൽ തടയിടാൻ കഴിയും. പലപ്പോഴും അനധികൃത കുടിയേറ്റക്കാരെയും ക്രിമിനലുകളെയും കോടതികൾ സംരക്ഷിക്കുന്നു എന്ന ആരോപണമുണ്ട്. ഈ നിയമമനുസരിച്ച് UKയിലേക്ക് അനധികൃതമായി എത്തുന്നവരെ താമസിപ്പിക്കുന്നതും അവർക്ക് തൊഴിൽ കൊടുക്കുന്നവരും സഹായിക്കുന്നതും ഒക്കെ ക്രിമിനൽ കുറ്റമായി മാറും. അങ്ങനെ ചെയ്യുന്നവരെ ജയിലിലടയ്ക്കും. ഭീകരവാദ ആരോപണമോ സംശയമോ ഉണ്ടായാൽ ആരുടെയും വീട് കയറി പരിശോധിക്കാനുള്ള അധികാരം നടപ്പിലാക്കും. ആരെയും വഴി തടഞ്ഞ് പരിശോധിക്കാനുള്ള അധികാരം പോലീസിന് കൈമാറും. പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകൾ കൂടുതലുള്ള ഇടങ്ങളിൽ ഈ പരിശോധന വ്യാപിപ്പിക്കും. ഡൈവേഴ്സിറ്റി, ഇക്വാലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന ഒരു നയമുണ്ട് ബ്രിട്ടന്. അത് എടുത്തു കളയും. മെറിറ്റിന് മാത്രമാവും പ്രാധാന്യം. പള്ളികൾ മോസ്കായോ മറ്റാരാധനാലയങ്ങളായോ മാറുന്നത് നിയമം മൂലം നിരോധിക്കും. ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് പല പള്ളികളും മോസ്കായും അമ്പലമായും ഒക്കെ കൈമാറാറുണ്ട്. അത് നിയമം മൂലം നിരോധിക്കും. മുസ്ലിം ബ്രദർഹുഡ്, ഇറാൻ റവല്യൂഷണറി ഗാർഡ് തുടങ്ങിയവയെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കും. ജയിലുകളുടെ വലുപ്പം കൂട്ടും. യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് നിയമത്തിൽ നിന്നും പിന്മാറും. അങ്ങനെ ബ്രിട്ടനെ പൂർണ്ണമായും ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റുക എന്നതാണ് താങ്കളുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നടപ്പിലാകണമെങ്കിൽ ആദ്യം വേണ്ടത് റിഫോം UK അധികാരത്തിൽ എത്തുക എന്നതാണ്.
UK ജനങ്ങൾ റിഫോം UKക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അവരുടെ വരവ് തടയാൻ വേണ്ടി മറ്റ് രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടായെന്ന് വരാം. ഉദാഹരണത്തിന് ലിബറൽ ഡെമോക്രാറ്റുകളും കൺസർവേറ്റീവുകളും ഒരുമിച്ച് നിന്ന് ഒരു സഖ്യമുണ്ടാക്കി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെന്ന് വരാം. ഇനി അഥവാ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നാലും ബ്രിട്ടനിലെ കോടതി സംവിധാനം അതിശക്തമാണ്. അമേരിക്ക പോലല്ല. കോടതികൾ ഇതിൽ ഇടപെടുകയും അത് റദ്ദാവുകയും ചെയ്യാം. ഇപ്പോൾ PR 10 വർഷമാക്കി നീട്ടിയതുപോലും കോടതിയുടെ ഇടപെടലിന് വിധേയമായിരിക്കും. അതുകൊണ്ട് തന്നെ ആശങ്ക സൃഷ്ടിക്കുമെങ്കിലും ആത്യന്തികമായി ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ റിഫോം UKയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയും അവർ അധികാരത്തിൽ എത്താനുള്ള സാധ്യത ഉയർത്തുകയും ചെയ്യുന്നു.